ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു പാൻ കേക്കാണ്. അതിനുവേണ്ടി സ്വീറ്റ് പൊട്ടാറ്റോ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾക്ക് തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുക്കാം. സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ കേക്ക് കുട്ടികൾക്കും പ്രായമാർക്കും എല്ലാം നല്ലതാണ്. ഷുഗറുകാർക്കും കഴിക്കുന്നതിൽ ഒരു വിരോധമില്ല. നാച്ചുറൽ ഷുഗറാണ് ഇതിനകത്തുള്ളത്. ഹെൽത്ത് നോക്കുന്നവർക്കും വളരെ നല്ലതാണ്. അത് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് നല്ല പോലെ സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളുണ്ടെങ്കിൽ കൈ വെച്ച് ഉടയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 2 മുട്ട അതിൽ തട്ടിപ്പൊട്ടിച്ചൊഴിച്ച് അതിന് ശേഷം നമ്മൾ 2-3 സ്പൂൺ തേങ്ങ ചിരവിയത് അതിൽ ചേർക്കണം. അതിനുശേഷം നമ്മൾ സ്വീറ്റ് കൂട്ടാനായിട്ട് നമ്മൾ നാച്ചുറൽ സ്വീറ്റ് തന്നെ ഉപയോഗിക്കുന്നത്. 3 സ്പൂൺ തേനാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ കുഴച്ച് നല്ലപോലെ സ്മൂത്തായിട്ട് കുഴച്ചെടുത്ത് നല്ല പരുവമായി കഴിയുമ്പോൾ നമ്മളത് ഒരു ഫ്രൈ പാനിലാണ് നമ്മളത് ചുട്ടെടുക്കുന്നത്. ഫ്രൈ പാനിൽ ചുട്ടെടുക്കുമ്പോൾ അടി കരിയാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു നല്ല വാഴയില വയ്ക്കും. വാഴയില വെച്ച് അതിന് മീതെ കുറച്ചും കൂടി എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ മുകളിൽ പരത്തുന്നത്. ഒരു 15 മിനിറ്റ് മിനിമം വേവിക്കണം, അപ്പോഴേ ഇത് വേവുള്ളൂ. അതിന് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. വെന്ത് കഴിയുമ്പോൾ മീതെ കുറച്ച് ഓയിലും പുരട്ടി അതിന് മീതെ ഒരു ഇലയും കൂടെ വെച്ച് ഒരു പാത്രം വെച്ച് നമുക്ക് കമത്തിയെടുക്കാം. കമത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റേ വശം കൂടെ വേവിക്കണ്ടേ. അപ്പോൾ അത് 5 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. 15 മിനിറ്റ് മറ്റത് വെന്ത് കഴിയുമ്പോൾ 5 മിനിറ്റും കൂടെ വേവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്വീറ്റ് തേനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മീതെ കുറച്ച് തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. രോഗികൾക്കും ഹെൽത്ത് നോക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉത്തമമായിട്ടുള്ളതാണ്. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.